الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله ലഅല്ലഹും യദ്ദക്കറൂൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അത്വാ ഇബ്നു അബുർ റബാഹ് റളിയല്ലാഹു അൻഹു പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത്താ ഇബ്നു അബൂ റബാഹ് പറയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുൽതു ബല, എനിക്ക് അങ്ങനെ കാണണം, സ്വർഗമുണ്ട് എന്നുറപ്പുള്ള സ്ത്രീ അതാരാണ്, എനിക്ക് കാണണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ കാണിച്ചിട്ട് ഖാല ഹാദിഹിൽ മർഅതു സൗദാ, ഈ സ്ത്രീയാണ്, ഇവരാണ് അത്തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർ പറഞ്ഞു, ഫഖാലത്ത് ഇന്നി ഉസ്റൗ, എനിക്ക് ബോധക്ഷയമുണ്ടാകുന്നു, ചില സമയങ്ങളിൽ എനിക്ക് ബോധക്ഷയമുണ്ടാകുന്നു. ഇന്നി അത്തകശഫ്, ബോധം പോയി ഞാൻ വീഴുമ്പോ എന്റെ വസ്ത്രങ്ങളൊക്കെ നീങ്ങിപ്പോയി നഗ്നത വെളിപ്പെടുന്നു. ഫദ്ഉല്ലാഹ ലി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഈ രോഗം മാറാൻ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇൻ ശിഇതി സ്വബർതി വലക്കിൽ ജന്ന, ഈ രോഗത്തിന്റെ കാര്യത്തിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ക്ഷമിച്ച് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗം. നമ്മുടെയൊക്കെ കണ്ണിലും കാഴ്ചപ്പാടിലും രോഗം വലിയ ശാപാണ്. രോഗം എന്ന് പറഞ്ഞാൽ വലിയ പരാജയമാണ്. എന്തെങ്കിലും രോഗം വന്നാൽ അതോടുകൂടെ തീർന്നു എന്ന് വിചാരിക്കുന്നവരാണ്. മാനസികമായി രോഗം വന്നാൽ തളർന്നു പോവുകയാണ് ആൾക്കാർ. ഇവര് വലിയൊരു പരീക്ഷണത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൊക്കെ വെച്ച് ബോധം കെട്ടു വീഴും. ഞാനങ്ങനെ ബോധം കെട്ടു വീഴുമ്പോ എന്റെ വസ്ത്രങ്ങളൊക്കെ, ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ വസ്ത്രങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നു നബിയെ. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ രോഗം മാറാൻ എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ആളോടാണ് റസൂൽ പറഞ്ഞ, രോഗം അങ്ങനെ നിലനിൽക്കെ രോഗത്തിന്റെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ ക്ഷമിക്കുകയാണെങ്കിൽ വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗം കിട്ടും.
വഇൻ ശിഇതി, അതല്ല നീ എന്നോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നതെങ്കിൽ ദഅഉതുല്ലാഹ്, നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അയ്യുആഫീകി, നിനക്ക് ശമനം ഉണ്ടാകാൻ, ആശ്വാസം ഉണ്ടാകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫഖാലത് അസ്ബിർ, നബിയെ ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് വേണ്ടി എന്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല, ഞാൻ ക്ഷമിക്കുന്നു നബിയെ എന്നവർ പറഞ്ഞു. പക്ഷെ ഫഖാലത് ഇന്നി അതകശഫ്, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയ സംഭവത്തിന്റെ അവസാന ഭാഗത്തുള്ള ഈ ഒരു വരിയാണ്. അവർ പറഞ്ഞു, പക്ഷേ യാ റസൂലല്ലാഹ് ഇന്നി അതകശഫ്, ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ എന്റെ തട്ടവും വസ്ത്രമൊക്കെ എന്ത് ചെയ്യുന്നു, ബോധം പോകുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു നബി. ഫദ്ഉല്ലാഹ, അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാ അതകശഫ, എന്റെ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ. രോഗബാധിതയായി ഞാൻ വീഴുന്ന സമയത്ത് ആൾക്കൂട്ടത്തിലൊക്കെ മറ്റുള്ള ജനങ്ങളുടെ കടയിൽ വെച്ച് എനിക്ക് രോഗം ഉണ്ടാകുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫദഅ ലഹാ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് ആ സംഭവത്തിൽ കാണാൻ കഴിയുന്നത്. ഈ സ്ത്രീയെയാണ് സ്വർഗസ്ഥയായ സ്ത്രീയെ കാണിച്ചു തരട്ടെയോ എന്ന്, സ്വർഗമുണ്ടെന്ന് ഉറപ്പുള്ള ഒരു വനിതയെ കാണിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിക്കുന്നത്. സഹോദരങ്ങളെ, ബോധരഹിതയായി കിടക്കുന്ന സമയത്ത് പോലും തന്റെ ശരീരത്തിൽ അള്ളാഹു പഠിപ്പിച്ച ഇസ്ലാമികമായ രീതിയിലുള്ള മാന്യമായ വേഷമുണ്ടാകണം, വസ്ത്രമുണ്ടാകണം എന്ന അവരുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന അവരുടെ മനസ്സാണ്. ഞാൻ ഇന്ന് ഈ വിഷയത്തിന്റെ ആമുഖമായി ഈ സംഭവം ഉദ്ധരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ ഓതിയ ആയത്ത് സൂറത്ത് അഹ്റാഫിലെ 26-ാമത്തെ ആയത്താണ്. എന്തിനാണ് വസ്ത്രം എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. വസ്ത്രവും വേഷവും ശരീരവുമൊക്കെ ചർച്ചയും വിവാദവും വാഗ്വാദവും തർക്കങ്ങളും ഒക്കെയായി മാറിയിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷവും പശ്ചാത്തലവും നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് വസ്ത്രത്തെക്കുറിച്ച്, ഡ്രസ്സ് എന്ന് പറയുന്നതിനെപ്പറ്റി ഇസ്ലാമികമായ വീക്ഷണം എന്താണ്? യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷ. വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി രണ്ട് പർപ്പസ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഡ്രസ്സിനുണ്ട്. അടിസ്ഥാനപരമായ രണ്ട് ലക്ഷ്യങ്ങൾ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കുണ്ട്, അതിനുണ്ടാകണം. അല്ലാഹ് പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നു എന്നാണ്. ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷൻ. ഒന്ന് ഭംഗിക്ക് വേണ്ടി തന്നെയാണ്, അലങ്കാരത്തിനാണ്, ചുറുക്കുണ്ടാകാനാണ്. കുപ്പായിടുന്നത്, ശരീരം മറക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത് അലങ്കാരമാണ്, ഭംഗിയാണ്. അത് രണ്ടാമതാണ് ഖുർആൻ പറഞ്ഞത്. ഒന്നാമത് ഖുർആൻ പറഞ്ഞത് വസ്ത്രത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ നഗ്നത മറക്കലാണ്. മനുഷ്യ ശരീരത്തിന്റെ മറക്കേണ്ടതായ നഗ്നഭാഗങ്ങൾ മറക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു വസ്ത്രം നൽകിയിട്ടുള്ളത്. ഇത് ഖുർആനിന്റെ കണ്ണിലുള്ള, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലുള്ള വസ്ത്രം എന്തിന് എന്ന ചോദ്യത്തിന്റെ രണ്ടുത്തരങ്ങളാണ്. ഒന്നാമത്തെ ഉത്തരം നിങ്ങളുടെ നഗ്നത മറയാൻ എന്നാണ്. രണ്ടാമത്തെ ഉത്തരം ഭംഗിക്കു വേണ്ടി എന്ന് തന്നെയാണ്. നഗ്നത മറയാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മനുഷ്യ ശരീരത്തിന്റെ നഗ്നത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. തൊലിയെപ്പറ്റിയല്ല, സ്കിന്നല്ല ഒരു മനുഷ്യന്റെ നഗ്നത എന്ന് പറയുന്നത്. നമ്മൾ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കളർ ചെയ്തു നിന്നാൽ നഗ്നത മറച്ചു എന്ന് പറയില്ല. മറയേണ്ടതും മറക്കേണ്ടതും മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളെയാണ്, തൊലിയെ അല്ല. മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളെയാണ് മറക്കേണ്ടത്. നമ്മള് വസ്ത്രത്തെക്കുറിച്ചും വേഷത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. നമുക്കിതിൽ നിന്ന് എന്താണ്? ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയ്ക്ക്
നമുക്കെന്താണ് പഠിക്കാനുള്ളത്, നമുക്കെന്താണ് ചിന്തിക്കാനുള്ളത്, നമുക്കെന്താണ് ഇതിൽ നിന്ന് കിട്ടാനുള്ളത്, നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗങ്ങളിലേക്കാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു, റസൂലിനെ വിളിച്ചിട്ട് പറയാൻ, യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, ഖുൽ ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് പറയുക, വബനാതിക, താങ്കളുടെ പെൺമക്കളോടും പറയുക, വനിസാഇൽ മുഅ്മിനീന, വിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക. വിശ്വാസിനികളായ സ്ത്രീകളോട് പറയുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടും. പക്ഷേ അവരുടെ മഹത്വവും സ്ഥാനവും പദവിയും ശ്രേഷ്ഠതയും വെച്ചിട്ടാണ് ലി അസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും അല്ലാഹുവിന്റെ റസൂലെ താങ്കളുടെ പെൺമക്കളോടും താങ്കളുടെ ഭാര്യമാരോടും പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. മൂടുപടങ്ങൾ താഴ്ത്തിയിടുക എന്ന ഖുർആനിന്റെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടുമാണ് ഇസ്ലാമിക ലോകത്ത് പെണ്ണ് മുഖം മറക്കണം മറക്കണ്ട എന്ന അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുക. നേർക്ക് നേരെ നമ്മൾ ഈ ആയത്തിനെ അങ്ങോട്ട് വിശദീകരിച്ചാൽ തല മുതൽ പാദം വരെ ഇങ്ങനെ മൂടുന്ന ഒരു മൂടുപടം, അവർ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് അവർ അവരുടെ ഒരു ശരീരം മുഴുവൻ മൂടട്ടെ എന്ന അർത്ഥത്തിൽ തന്നെയാണ്, ആ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഈ സംഗതി പറയുന്നത്. എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ഇറുകിയ വസ്ത്രം ധരിച്ചു വന്നപ്പോ, നേർത്ത വസ്ത്രം ധരിച്ചു വന്നപ്പോ റസൂൽ പറയുന്നുണ്ട്, ഒരു പെണ്ണ് മുതിർന്നു കഴിഞ്ഞാൽ അവളുടെ ഇത് രണ്ടുമൊഴികെ എന്ന് പറഞ്ഞ് മുൻകൈയും മുഖവും ചൂണ്ടിക്കാണിച്ച് അത് രണ്ടുമൊഴികെ ഒരു പെണ്ണ് നിർബന്ധമായി മറക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നിലപാട് പറയാറുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖം മറക്കുകയാണ് എന്നവർ തീരുമാനിച്ചാൽ അതിനവർക്ക് അനുവാദവും അവകാശവും ഉണ്ട്, അവരങ്ങനെ ചെയ്യട്ടെ. അതിന് ഒരു എക്സ്ട്രീമാണ്, മതതീവ്രതയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. നാട്ടിലെന്ത് ചർച്ചയും നടന്നോട്ടെ, പക്ഷെ നമ്മുടെ ഒരു നാവ് കൊണ്ട് നമ്മൾ അതൊരു വലിയ തീവ്രതയാണ്, മതതീവ്രതയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. അങ്ങനെയാണ് വേണ്ടത് എന്ന അഭിപ്രായമുള്ള ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന പണ്ഡിതന്മാരെ കാണാൻ കഴിയും. എന്നാൽ മുഖപടമിടാത്തത്, മുഖം മറക്കാത്തത് വലിയ തെറ്റാണ് എന്ന രീതിയിൽ ചർച്ച ചെയ്ത് ആക്ഷേപിക്കാനും പോകേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ മുൻകൈയും മുഖവും ചൂണ്ടി ഇവ രണ്ടുമൊഴികെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളെല്ലാം ഒരു പെണ്ണ് മറക്കട്ടെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വസ്ത്രം അയഞ്ഞ മുകൾ മുതൽ താഴെ വരെ നിൽക്കുന്ന ഒരു മൂടുപടം അവർ ധരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ആയത്തിൽ പഠിച്ചതുപോലെ എന്തിനാണിത്, അതുകൊണ്ടുള്ള 2 ഗുണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചാൽ എന്താണ്, അതുകൊണ്ടുള്ള ഗുണമെന്താണ്? 2 ഗുണങ്ങൾ സ്ത്രീകൾക്ക് അതുകൊണ്ടുണ്ട്. ഒന്ന്, അയ്യു റഫ്ന, അത് അവരുടെ ഐഡന്റിറ്റിയാണ്. ഞാൻ ഏത് തരത്തിലുള്ള ഒരു പെണ്ണാണ് എന്ന് സമൂഹത്തോട് ഒരു പെണ്ണ് തന്റെ വസ്ത്രം കൊണ്ട് നടത്തുന്ന പ്രഖ്യാപനമാണത്. എന്റെ സ്വഭാവം എന്താണ്, എന്റെ കൾച്ചർ എന്താണ്, എന്റെ സംസ്കാരം എന്താണ് എന്നൊരു പെണ്ണ് സ്വന്തം ശരീരം കൊണ്ട് നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് അവൾ അവളുടെ ശരീരം മുഴുവൻ മറക്കുക എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ പറയുന്ന അതിന്റെ ഒന്നാമത്തെ ഗുണം. അതാണ്. രണ്ടാമത്തെ ഒരു ഗുണം, ഫലായുദൈൻ, ആരുടെയെങ്കിലും നാവുകൊണ്ട് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, ആരുടെയെങ്കിലും കണ്ണുകൊണ്ട് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, ആരുടെയെങ്കിലും ശരീരം കൊണ്ട്, കൈകളെ കൊണ്ട് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് അത്തരമൊരു വസ്ത്രം സ്വീകരിക്കുന്നത് ഉപകാരപ്പെടും എന്ന് പറയും. പലപ്പോഴും പൊതുരംഗത്തുള്ള പലരും മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ പർദ്ദയാണ് ധരിക്കുക എന്ന് പറയും. വിശ്വാസമൊന്നുമല്ല, വിശ്വാസിയുമല്ല, പക്ഷെ ഞാൻ മാളിൽ പോകുമ്പോൾ ഞാൻ പർദ്ദ ധരിക്കും, മാർക്കറ്റ് പോകുമ്പോൾ ഞാൻ പർദ്ദ ധരിക്കും, യാത്ര ചെയ്യുമ്പോൾ ഞാൻ പർദ്ദ ധരിക്കും, അതൊരു സേഫാണ്, അതിലൊരു സുരക്ഷിതത്വമുണ്ട് എന്ന് പറയുന്ന വിശ്വാസമില്ലാത്ത അനേകം സഹോദരിമാരെ
ഈ കാര്യം മതപരമായൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇങ്ങനെ മൂടുപടം ധരിക്കുന്ന പൊതു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ഒരു വേഷം സ്വീകരിക്കുന്ന അനേകം സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും. അതിനവർ പറയുന്ന കാരണം എന്താണ്? സേഫാണെന്നാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ അത്തരത്തിലുള്ള വസ്ത്രമാണ് സ്വീകരിക്കേണ്ടത്. അത് അല്ല ഫലായുദൈൻ, നിങ്ങൾക്കൊരു ഐഡന്റിറ്റിക്കും നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അങ്ങനെയാണ് വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തത് സൂറത്ത് നൂറിൽ നിന്നുള്ള പരിശുദ്ധ ഖുർആനിൽ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്ത്, 30-31 ആയത്തുകൾ. അതില് വിശ്വാസികളോടും വിശ്വാസിനികളോടും പറയാണ് പരിശുദ്ധ ഖുർആൻ. ആ പറയുന്ന കാര്യങ്ങളിൽ ആണിനോടും പെണ്ണിനോടും പറഞ്ഞ ഒരു സംഗതി, വകുല്ലിൽ മുഅ്മിനീന, വിശ്വാസികളോട് പറയുക, വകുല്ലിൽ മുഅ്മിനാത്തി, വിശ്വാസിനികളോട് പറയുക. വിശ്വാസികളോട് എന്ന് പൊതുവായി ഒരുപാട് കാര്യങ്ങൾ, ആണിനും പെണ്ണിനും ബാധകമായ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസികളോട് എന്ന് പറഞ്ഞ് പൊതുവായി ഖുർആൻ പറയുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ പറഞ്ഞപ്പോ വിശ്വാസികളോട് പറയുക, വിശ്വാസിനികളോട് പറയുക. 30-ാമത്തെ ആയത്തും 31-ാമത്തെ ആയത്തും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. വകുല്ലിൽ മുഅ്മിനീൻ, നബിയെ വിശ്വാസികളോട് പറയുക. അടുത്ത ആയത്ത് വകുല്ലിൽ മുഅ്മിനാത്ത്, നബിയെ വിശ്വാസിനികളോട് പറയുക, വിശ്വാസികളായ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുക എന്നാണ്. ഈ 31-ാമത്തെ ആയത്ത് വകുല്ലിൽ മുഅ്മിനാത്തി, വിശ്വാസിനികളോട് പറയുക. യഗ്ളുന മിൻ അബ്സ്വാരിഹിന്ന, അത് ആണിനോടും പറഞ്ഞു, അവർ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ, കണ്ണ് താഴ്ത്തട്ടെ എന്നാണ്. ഒരു പൊതു ഇടത്തിലുള്ള, നമ്മൾ ജീവിക്കുമ്പോൾ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പൊതു ഇടത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന, പാലിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അവർ അവരുടെ കണ്ണുകൾ, അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തട്ടെ. വയഹ്ഫളിന ഫുറൂജഹുന്ന, അവർ അവരുടെ ശരീരത്തിലെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. പണ്ഡിതന്മാർ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യാണ്. കണ്ണ് താഴ്ത്താൻ പറഞ്ഞിട്ട് അതിന്റെ തൊട്ടുടനെ ആണിനോടും പെണ്ണിനോടും വിശ്വാസിയോടും വിശ്വാസിനിയോടും ഖുർആൻ പറയുന്നത് അവർ അവരുടെ രഹസ്യാവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്നാണ്. കണ്ണിൽ നിന്നാണ്, കാഴ്ചയിൽ നിന്നാണ്, നോട്ടത്തിൽ നിന്നാണ് വ്യഭിചാരമടക്കമുള്ള തിന്മകളിലേക്ക് മനുഷ്യന് കടന്നുപോവുക. അതുകൊണ്ട് കുല്ലിൽ മുഅ്മിനീൻ വകുല്ലിൽ മുഅ്മിനാത്ത്, വിശ്വാസികളോട് പറയണം, വിശ്വാസിനികളോട് പറയണം, അവർ അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ. അലി റളിയല്ലാഹുവിനോട് വിളിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, യാ അലി, യാ അലി, ലാ തുത്ബിഇൻ നളറതൻ നളറ. നിങ്ങൾ ചിലപ്പോൾ കണ്ടുപോകും, നമ്മൾ അങ്ങാടിയിൽ നിൽക്കുമ്പോ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ, ബസ്സിൽ കയറുമ്പോ, പൊതുയിടത്തിലൊക്കെ നമ്മൾ പോകുമ്പോ, പല ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരെയും നമുക്ക് കാണേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പക്ഷെ തുടരെ നിങ്ങൾ നോക്കരുത്. നമ്മളൊരാളെ കാണും, വളരെ യാദൃച്ഛികമായ കണ്ടുമുട്ടലുകൾ ഉണ്ടാകും. റസൂൽ പറയുന്നത് നിങ്ങൾ നോക്കരുത് എന്നാണ്. നിങ്ങൾ നോട്ടത്തെങ്ങനെ തുടർത്തരുത്. നിങ്ങളത് കണ്ടു വീണ്ടും എന്ന് പറയുന്നത് അവിടെ പൈശാചികമാണ്. രണ്ടാമത് നിങ്ങൾ നോക്കുന്നത്, നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച, അത് സ്വാഭാവികമായി സംഭവിക്കാം. പക്ഷെ ലാ തത്ബഇൻ നളറതൻ നളറ, നിങ്ങളുടെ ഒരു നോട്ടത്തെ അടുത്ത നോട്ടം കൊണ്ട് തുടരരുത്. ഒരിക്കൽ കണ്ടാൽ വീണ്ടും നിങ്ങൾ നോക്കരുത്. ഫഇന്ന ലകൽ ഊല, ആദ്യത്തത് നിങ്ങൾക്ക് അനുവദനീയമാണ്. എന്നുവെച്ചാൽ ഒറ്റ നോട്ടം ആര് വേണമെങ്കിലും നോക്കിക്കോ എന്ന അർത്ഥത്തിലല്ല. അത് ചെയ്താൽ, അതിന്റെ പേരിൽ അത് സംഭവിച്ചാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റല്ല. എന്നാൽ വലൈസത്തുലക്കൽ ആഖിറ, രണ്ടാമത് പിന്നെയും ബോധപൂർവമുള്ള നോട്ടമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അനുവദനീയമല്ല. ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും, വായ്നോട്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അത് ആണിന് പെണ്ണിനെയാണെങ്കിലും പെണ്ണിന് ആണിനെയാണെങ്കിലും അനുവദനീയമല്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നു. അപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉമ്മു സൽമയുണ്ട്, മൈമൂനയുണ്ട് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, എത്ര സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വരുമ്പോ റസൂൽ ഇവരോട് റൂമിലേക്ക് മാറാൻ പറഞ്ഞു, അകത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, വളരെ നിഷ്കളങ്കമായി നമ്മുടെ ഉമ്മമാർ, ഉമ്മു സൽമയും മൈമൂനയും റളിയല്ലാഹു അൻഹുമാ, അവർ ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലെ ഉമ്മി മക്തൂം അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അല്ലേ, അദ്ദേഹം അന്ധനല്ലേ,
അദ്ദേഹം അന്ധനല്ലേ? എന്തിനാ ഞങ്ങൾ അകത്തു പോകുന്നത്? എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ? നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചല്ലേ എന്ന് റസൂൽ തിരിച്ചു ചോദിക്കാൻ. അനിവാര്യമായിട്ടല്ലാതെ, ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ അല്ലാതെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണേണ്ടതില്ല എന്നത് എത്ര അപരിഷ്കൃതമാണ് എന്ന് ആരൊക്കെ ആരോപിച്ചാലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. എത്ര പഴഞ്ചനാണ് എന്ന് ആർക്ക് കാഴ്ചപ്പാടുണ്ടെങ്കിലും അത് ദീനിന്റെ നിയമമാണ്. നിങ്ങൾ നോക്കുക, കാണുക, അതൊരിക്കൽ സംഭവിക്കും. വീണ്ടും നിങ്ങളത് ചെയ്യരുത്. ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും കാണരുത്, നോക്കരുത്. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം അന്ധനാണ്, രണ്ട് കണ്ണിനും കാഴ്ചല്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അന്ധകളല്ലല്ലോ, നിങ്ങളുടെ കണ്ണിന് കാഴ്ചല്ലേ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാൻ. തന്റെ ഭാര്യമാരോട് റസൂൽ ചോദിക്കാൻ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കൾ, അവരെക്കാൾ തഖ്വ നമുക്ക് ഉണ്ടാവില്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അവിടെ റസൂൽ പറയുന്നത് അവര് തെറ്റുകാരാണ് എന്നല്ല, അവര് തെറ്റ് ചെയ്യും എന്നുമല്ല. തെറ്റ് സംഭവിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകരുത്. അതാണ് റസൂലുള്ളാഹിന്റെ അധ്യാപനം. നമുക്ക് പഠിക്കാനുള്ളതും അവിടെയാണ്. നല്ല രണ്ടാളുകളല്ലേ, നല്ല തഖ്വയുള്ള രണ്ടാൾക്കാരല്ലേ, പിന്നെന്താണ്? അങ്ങനെയല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീനല്ലേ, പിന്നെന്താണ്? വരുന്നത് ആണാണെങ്കിൽ ഒരു അന്ധനല്ലേ, പിന്നെന്താണ്? എന്നല്ല, ഒരു സാഹചര്യം തെറ്റ് ചെയ്തേക്കാവുന്ന, തെറ്റിലേക്ക് പോയേക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകരുത് എന്ന് പറയുകയാണ്, പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ. വലായുദിനീന സീനതഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഭംഗിയെ, ഒരു പെണ്ണിന്റെ ഭംഗിയെ അവൾ പ്രകടിപ്പിക്കരുത്. ഒന്നാമത് പറയുന്നത് ഇല്ലാ ലിബൂലത്തിഹിന്ന, ഭർത്താവിന്റെ മുമ്പിലല്ലാതെ. പെൺ സൗന്ദര്യം പെണ്ണ് പ്രകടിപ്പിക്കുമ്പോ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ. ഔ ആബാഇഹിന്ന, ഒരു പെണ്ണിന് വേണ്ടത്ര വസ്ത്രം ആകാം, ആരുടെ എല്ലാം മുമ്പിലാകാം. ഇസ്ലാമികമായ പൂർണ്ണമായ വസ്ത്രധാരണത്തോടുകൂടെ അല്ലാതെ ഒരു പെണ്ണിന് ആരുടെ എല്ലാം മുമ്പിലാകാം? നിങ്ങളുടെ ഭർത്താക്കന്മാർ. ആബാഇഹിന്ന, ഉപ്പമാർ. ഔ ആബാഇ ബുഊലത്തിഹിന്ന, ഭർത്തൃപിതാക്കൾ. ഔ അബ്നാഇഹിന്ന, മക്കൾ. ഔ അബ്നാഇ ബുഊലത്തിഹിന്ന, ഭർത്താവിന്റെ മക്കൾ, മറ്റുള്ള ഭാര്യമാരുള്ള മക്കൾ. ഔ ഇഖ്വാനിഹിന്ന, സഹോദരന്മാർ. ഔ ബനി ഇഖ്വാനിഹിന്ന, സഹോദരന്മാരുടെ മക്കൾ. ഔ ബനി അഖ്വാത്തിഹിന്ന, നിങ്ങളുടെ സഹോദരിമാരുടെ മക്കൾ. ഔ നിസാഇഹിന്ന, നിങ്ങളോടൊപ്പമുള്ള മറ്റ് സ്ത്രീകൾ. ഔ മാ മലക്കത്ത് ഐമാനുഹുന്ന, നിങ്ങളുടെ വലങ്ക ഉടമപ്പെടുത്തിയ അടിമകൾ. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ, ലൈംഗികാസക്തിയില്ലാത്ത, അതിന്റെ ഒരു പ്രായമോ ഇതൊക്കെ കടന്ന മുതിർന്ന പുരുഷന്മാർ. അവിത്തിഫിൽ അല്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ സ്വകാര്യതയെക്കുറിച്ച് ബോധങ്ങൾ എത്തിയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ. ഇവരല്ലാത്തവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇസ്ലാമികമായ വേഷവിധാനങ്ങളാണ് വേണ്ടത്. എത്ര കൃത്യമായാണ് പരിശുദ്ധ ഖുർആനിൽ 24-ാം അധ്യായം സൂറത്തുൻ നൂറിൽ 31-ാമത്തെ ആയത്താണ്. ഒരു വ്യാഖ്യാനവും വിശദീകരണവും തഫ്സീറും ഒന്നും പരിശോധിക്കാതെ ഒരാൾക്ക് വളരെ കൃത്യമായി വായിച്ചാൽ മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ വിശദമായി പരിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ പെൺമക്കളെയും നമ്മുടെ സഹോദരിമാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശക്തിയായി വസിയ്യത്ത് ചെയ്യുകയാണ്. വസ്ത്ര സൂക്ഷ്മതയില്ലെങ്കിൽ, ആ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ, അത് നാട്ടിൽ വലിയ ഫിത്തിനയിലേക്കും കുഴപ്പത്തിലേക്കൊക്കെയാണ് മനുഷ്യരെ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അത് വലിയ തെറ്റായും പാപമായും തിന്മയായും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാ തറക്തു ബഅദി ഫിത്നതൻ അളറ അല റിജാലി മിനൻ നിസാ, എന്റെ കാലശേഷം പുരുഷന്മാർക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം, അതിനേക്കാൾ വലുത് വേറൊന്നും നിങ്ങൾക്കില്ല. ദുനിയാവിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ
ഏറ്റവും വലിയ പരീക്ഷണം മാ തറക്തു ബഅദി ഫിത്നതൻ, ഏറ്റവും വലിയ ഫിത്ന അളറു അലൽ റിജാൽ, ഏറ്റവും ഉപദ്രവകരമായി ആണിനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ട ഒരു കാര്യം മിനൻ നിസാ, സ്ത്രീ വിഷയം തന്നെയാണ് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് എത്ര തഖ്വ സൂക്ഷ്മത ഉണ്ടെങ്കിലും ഭയപ്പാടുണ്ടെങ്കിലും നിസ്കാരം ഉണ്ടെങ്കിലും നമുക്ക് ഈമാൻ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഒരാണെന്നുള്ള നിലക്ക് വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ടതും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ആകർഷിക്കുന്നതിനും പ്രകോപിപ്പിക്കുന്നതിനും വേണ്ടി അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങൾ മതവീക്ഷണത്തിൽ തെറ്റായി മാറുന്നത്. റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വനിസാഉൻ കാസിയാത്തുൻ ഗാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ, സ്ത്രീയെ പറ്റി പറയാം, പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുണുങ്ങുന്ന, വശീകരിക്കുന്ന, വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നകളായ. അല്ലാണ്ട് റസൂലിന്റെ പ്രയോഗങ്ങളാണ്. കുണുങ്ങി നടക്കുന്ന, സംസാരിക്കുന്ന, വശീകരിക്കുന്ന, വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നകളായ. വസ്ത്രത്തിന് വലിപ്പം കുറയുക, വണ്ണം കുറയുക, കനം കുറയുക, പ്രദർശിപ്പിക്കണം എന്ന മനോഭാവം ഉണ്ടാവുക, തന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കണം എന്ന മനോഭാവം ഉണ്ടാകുക. അങ്ങനത്തെ ആളുകൾ റൂസഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തി, അവരുടെ തല ഒട്ടകത്തിന്റെ, മെലിഞ്ഞ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തല, അവരുടെ തലയുണ്ടാവുക. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്ത് പ്രവേശിക്കുകയില്ല. അത് പറയാൻ അവകാശമുള്ള, ആര് സ്വർഗത്തിലാ പോവുക ആരാണ് നരകത്ത് പോവുക എന്ന് പറയാൻ അവകാശമുള്ള വഹി ലഭിക്കുന്ന റസൂല് പറയാണ്, ലക്ഷണങ്ങൾ പറഞ്ഞിട്ട്, ഇന്ന കുടുംബത്തിലെ ഇന്ന ആളുടെ ഇന്ന മകൾ എന്നല്ല, ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് റസൂല് പറയാണ് കാസിയാത്തുൻ ഗാരിയാത്തുൻ. ഒന്നാമത് പറഞ്ഞ ലക്ഷണം അതാ, അവർക്ക് വസ്ത്രമുണ്ട്, പരിപൂർണ നഗ്നകളായിട്ട് അങ്ങാടി കൂടെ പോകുന്ന നരകത്ത് പോകുന്നല്ല, വസ്ത്രം ധരിച്ചവർ, എന്നാൽ വസ്ത്രമുണ്ടായിരിക്കെ നഗ്നരായവർ. കാസിയാത്തുൻ ഗാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ, വശീകരിക്കുന്നവരും കുണുങ്ങി നടക്കുന്നവരുമായ ആളുകൾ, മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി പ്രദർശനം നടത്തുന്നവർ, അങ്ങനെയുള്ളവർ ലാ യദ്ഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദ്ന റീഹഹ, സ്വർഗത്തിന്റെ പരിമളം, സുഗന്ധം പോലും അവർക്കുണ്ടാവുകയില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുത്തബർരിജാത്ത്, അതുപോലെ മുത്തഖയ്യില, രണ്ടു തരം സ്ത്രീകൾ, അഹങ്കാരമുള്ള, അലങ്കാരത്തോടുകൂടെ നടക്കുന്ന, അലങ്കാരം പ്രകടിപ്പിച്ച് അഹങ്കാരം നടിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ, വഹുന്നൽ മുനാഫിഖാത്ത്, അതവരുടെ വിശ്വാസമില്ലായ്മയുടെ, കാപഢ്യത്തിന്റെ, നിഫാഖിന്റെ ലക്ഷണമാണ്. ശരീരം പ്രകടിപ്പിക്കൽ, അലങ്കാരം പ്രദർശിപ്പിക്കൽ, അത് അവരുടെ നിഫാഖിന്റെ, കാപഢ്യത്തിന്റെ ലക്ഷണമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഒരാളുടെ മനസ്സിൽ ശരിയായ രൂപത്തിലുള്ള ഈമാൻ ഉണ്ടാവുകയും അയാളുടെ വസ്ത്രം മോശമാവുകയും ചെയ്യുക എന്ന് സംഭവിക്കുകയില്ല എന്നാണ് നബി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിഫാഖാണ്, അത് കാപഢ്യമാണ്, മുനാഫിക്കിന്റെ അടയാളമാണ്. മിൻ അശ്റാത്തിസ്സാഅ, അന്ത്യദിനത്തിന്റെ അടയാളം. റസൂൽ പറയാൻ, അന്ത്യദിനത്തിന്റെ അടയാളം നിങ്ങൾക്ക് കാണാം. വതൽഹറു സിയാബ് തൽബസുഹാ നിസാഉൻ കാസിയാത്തുൻ ഗാരിയാത്തുൻ, വസ്ത്രം ധരിച്ച് നഗ്നകളായി പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകൾ, അവർ അടയാളങ്ങളിൽപ്പെട്ടവരാണ് എന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ ആകെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും വസ്ത്രം എന്ന് പറയുന്നത് നഗ്നത മറക്കുന്നതിനു വേണ്ടിയാണ്. പുരുഷനാണെങ്കിലും ഇടുങ്ങിയതും ഇറുകിയതുമായ വസ്ത്രം ധരിച്ച് ശരീരത്തെ പ്രദർശിപ്പിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും അത് തെറ്റാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ആണും പെണ്ണും വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങളും മര്യാദകളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ശാശ്വതമായ രീതിയിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യത്തെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും വളരെ ഗൗരവത്തോടുകൂടെ താക്കീത് ചെയ്യുന്നതും. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും
അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയി ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാർക്കും, നമ്മുടെ ഭാര്യമാർക്കും, നമ്മുടെ പെൺമക്കൾക്കും, നമ്മുടെ ഉമ്മമാർക്കും, നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഈമാനും തഖ്വയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം പരലോകത്ത് സ്വർഗാവകാശികളാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما.